വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 28 ഏജുള്ള ഒരു ആൾ ടേം പ്ലാൻ എടുക്കുകയാണെങ്കിൽ അവർ മാരീഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന സ്പൗസ് കവറാണ്. സ്പൗസ് കവർ ഓപ്ഷൻ കിട്ടും. 2 CR ആണ് ഇയാൾ എടുത്തിട്ടുണ്ടെങ്കിൽ സ്പൗസ് കവർ ആപ്ലിക്കബിൾ ആണ്. മാരീഡ് കഴിയുമ്പോൾ സ്പൗസ് കവർ, അപ്പം അതിൻ്റെ 50% നമുക്ക് സം അഷ്യൂർഡ് കൂടും. പിന്നെ മുന്നോട്ട് പോകുമ്പോഴേ ആദ്യത്തെ കുട്ടി എനിക്കുമ്പോഴേ അവർക്ക് സം അഷ്യൂർഡ് വീണ്ടും 25% വീണ്ടും കൂടും. അത് കഴിയുമ്പോൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ സെക്കൻഡ് ചൈൽഡ്, അപ്പം അതിനും 25% കിട്ടും. മീൻസ് നമ്മൾ 2 CR എടുത്ത ഒരു ആൾക്ക് നമുക്ക് സം അഷ്യൂർഡ് 4 CR വരെ നമുക്ക് കിട്ടും. കാരണം ഒരാൾ മീറ്റ് ചെയ്യുന്ന ലൈഫ് സ്റ്റേജസ് ഉണ്ടല്ലോ. അപ്പം 28 വയസ്സുള്ള ഒരാൾ കല്യാണം കഴിച്ച് കഴിയും, പിന്നെ അതിന് ആദ്യത്തെ കുട്ടി ഉണ്ടാവും, രണ്ടാമത്തെ കുട്ടി ഉണ്ടാവും. അപ്പം ലാസ്റ്റ് നമുക്ക് പേരൻറ്റ്സ് ഒരു ഓപ്ഷനുണ്ട്, പേരൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അപ്പം നമ്മളുടെ ഒരാൾ ലൈഫ് സ്റ്റേജസ് മുഴുവനും നമ്മുടെ ഈ ടേം പ്ലാനിൽ കൂടെ കവർ ചെയ്ത് പോകുന്നുണ്ട്. മോറോവർ നമുക്ക് 60 ക്രിട്ടിക്കൽനെസ് ഉണ്ട്. ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക് അങ്ങനെയുള്ള 60 ക്രിട്ടിക്കൽനെസ് ഇതിനകത്ത് കവറേജ് ഉണ്ട്. പിന്നെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാരീഡ് വുമൺ പ്രോപ്പർട്ടി ആക്ട് ഉണ്ട്, MWP ആക്ട് വെച്ചിട്ട് നമുക്ക് ഈ ടേം പ്ലാൻ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ ഇത്രയുള്ള ടേം പ്ലാൻ ഓൾ ഇൻ വൺ സൊല്യൂഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ടേം പ്ലാനകത്ത് പറയാം. കാരണം എല്ലാം ഇതിനകത്ത് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് നമ്മളെല്ലാ ആൾക്കാരും എടുത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ടേം പ്ലാൻ. അതുകൊണ്ട് മെഡിക്ലെയിമും അത് ആൾക്കാർ എടുക്കാത്തത്, അതിനെപ്പറ്റി ആർക്കും അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും തന്നെ ടേം പ്ലാൻസ് എടുത്തിരിക്കണം. ടേം പ്ലാനിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ഉണ്ടാവണം. കുറച്ച് നല്ല ഇൻകം, നമ്മളെ ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടേ നമുക്ക് ടേം പ്ലാൻ കിട്ടുകയുള്ളൂ. കാരണം നമുക്കൊരു ഇപ്പോൾ ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് 5 CR വേണം, 10 CR ടേം പ്ലാൻ വേണം അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ 5 CR വേണം എന്ന് പറഞ്ഞ ആൾക്ക് എലിജിബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും ആദ്യം. കുറച്ച് എലിജിബിലിറ്റി വേണം അതിന്. ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമുക്കത് കൊടുക്കാൻ പറ്റുള്ളൂ. പ്രൊഫൈൽ കസ്റ്റമേഴ്സാണ് കൂടുതലും ടേം പ്ലാൻസ് എടുക്കാറുള്ളത്, ഹൈ പ്രൊഫൈൽ കസ്റ്റമേഴ്സ്. കാരണം അവർക്ക് നല്ല ഇൻകം ഉണ്ടാവും. ഇൻകത്തിനോടൊപ്പം നമുക്ക് ടേം പ്ലാൻസ് എടുത്ത് കഴിഞ്ഞാൽ അവരുടെ കംപ്ലീറ്റ് ലൈബിലിറ്റി, ഞാൻ പറഞ്ഞല്ലോ ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റേജസ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, കംപ്ലീറ്റ് ലൈബിലിറ്റി നമുക്ക് ഈ ടേം പ്ലാൻ വെച്ച് കവർ ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലുമൊക്കെ അൺഎക്സ്പെക്റ്റഡുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ വിത്തിൻ 7 days നോമിനിക്ക് 5 CR പോകും. അപ്പം ചിലപ്പം ഈ എടുക്കുന്ന ആൾക്ക് ചിലപ്പോൾ ലോണൊക്കെ ഉണ്ടാവും, പേഴ്സണൽ ലോണോ ഹോം ലോണോ ഒക്കെ ഉണ്ടാവും. അപ്പം ആ പേഴ്സണൽ ലോണും ഹോം ലോണും എല്ലാം തന്നെ ഇതിനകത്ത് കവറാവും. അതുകൊണ്ട് ഹോം ലോണൊക്കെ എടുക്കുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് തന്നെ ഹോം ലോൺ എപ്പോഴാണ് എടുക്കുന്നത് അപ്പം തന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ടേം പ്ലാൻ ഉറപ്പായിട്ട് എടുക്കണം. ഹോം ലോൺ ലൈബിലിറ്റിയാണ്, അറിയാമല്ലോ, ലോൺ ലൈബിലിറ്റിയാണ്. അപ്പം അതിനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ടേം പ്ലാൻ എന്ന് പറയുന്നത്. നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് എപ്പം വേണമെങ്കിലും ഉണ്ടാവും. മെഡിക്ലെയിമും ഉറപ്പായിട്ടും എല്ലാവരും എടുത്തിരിക്കണം. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ തന്നെ അത് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പം സാറിന് അത് സാറ്റിസ്ഫൈഡ് ആയല്ലേ അല്ലേ? സാറിൻ്റെ ഞങ്ങളുടെ സാറ്റിസ്ഫൈഡ് ആയല്ലേ അല്ലേ? അതെ, എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഇതിൽ. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്നതായ രീതിയിലുള്ള ടേം പ്ലാനിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മനസ്സിലായി. ആ ടേം പ്ലാനായിട്ട് കൂടുതൽ എൻകറേജ് ചെയ്ത ആൾക്കാരെ നമ്മൾ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സെക്യൂർ ആക്കാനായിട്ട് നമ്മുടേതായിട്ടുള്ള വലിയൊരു സംഭാവന അതിനകത്തുണ്ടായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഓക്കെ സാറേ, താങ്ക് യു.